I feel so happy to stand here. So, ഇനി നമുക്ക് അടുത്ത ഒരു ചടങ്ങിലോട്ട് പോവാം. ബ്രൈഡ് ആൻഡ് ഗ്രൂം ഇവിടെ എത്തിയിട്ടുണ്ട്. So, let them drink the wine. വൈൻ കുടിച്ചതിന് ശേഷം ഒരു കാര്യമാണ്. അപ്പൊ അതിന് ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ ഞാൻ ഇതുവരെ നന്ദി പറഞ്ഞിട്ടില്ല. ഈ അവസരത്തിൽ ദിലുവിന്റെ പപ്പ, മമ്മി, ചേച്ചിമാര്, ചേട്ടന്മാര് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഫാമിലിയിലുള്ള എല്ലാവർക്കും, പിന്നെ എന്റെ കുടുംബം, കാരണം എന്റെ കുടുംബത്തിന്റെ സപ്പോർട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കാനായിട്ടുള്ള കാരണം. അതുകൊണ്ട് എന്റെ പപ്പ, എന്റെ അമ്മ, എന്റെ അച്ചാച്ചൻ, അമ്മച്ചി, അനീത്തിമാര്, അളിയൻ, കുഞ്ഞൂട്ടൻ, എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു നന്ദിയോടെ പറയുന്നു. താങ്ക് യു രണ്ടുപേർക്കും, രണ്ട് ഫാമിലീസിനും താങ്ക് യു സോ മച്ച്. ലിനുവിന് എന്താണ് പറയാനുള്ളത്? സന്തോഷം, എല്ലാവർക്കും നന്ദി. ബാക്കിയെല്ലാം കൂടെ ഉണ്ടാവുമെന്ന് കരുതുന്നു. ഇത്രയും വർഷത്തെ ആ പ്രണയം സ്വന്തമാക്കിയതിൽ എന്താ തോന്നുന്നത്? ഭയങ്കര സന്തോഷം. 6 വർഷമായിട്ട് സന്തോഷം. മിസ്സിൽ നിന്ന് മിസ്സീസ് ആയപ്പോൾ തോന്നിയിട്ടുണ്ടോ? മിസ്സിൽ നിന്ന് മിസ്സീസ് ആയപ്പോൾ എന്താണ് ആ ഒരു ഡിഫറൻസ് എന്താ? അതിലൊരു മാറ്റം. ഓക്കെ, താങ്ക് യു സോ മച്ച്. Okay, thank you so much for the wonderful speech, Sija and Linu. ഇങ്ങോട്ട് നോക്കിക്കേ, ഒരാളെ കുറെ പപ്പേനൊക്കെ കൊണ്ട് ഒത്തിരിക്കുന്നു. സംസാരിക്കുവോ? ഫയർ ബോക്സും ഉണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, എല്ലാവരും ഒരു നിമിഷത്തേക്ക്. അപ്പൊ എന്റെ കല്യാണത്തിന്റെ ചടങ്ങുകൾ ഏകദേശം ഇവിടെ തിരികെയാണ്. ആദ്യം തന്നെ എന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് എത്തിയ എല്ലാവർക്കും ഞാൻ 1000 നന്ദി പറയുകയാണ്. പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാല് ഒരാളുടെ പേര് മിസ്സാക്കി കഴിഞ്ഞാല് അത് വലിയ പ്രോബ്ലം ആയിപ്പോണ്ട് ഞാൻ പേരെടുത്ത് ആരെയും പറയുന്നില്ല. കാരണം ഒരു 3-4 ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരാഴ്ചകളായിട്ട് എന്റെ കൂടെ കട്ടക്ക് നിന്ന എന്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവർക്ക് എല്ലാവർക്കും ഞാൻ ഒരായിരം എന്ന് പറയണേ. കാരണം അവരില്ലായിരുന്നെങ്കിൽ ഈ പ്രോഗ്രാം ഇതേപോലെ നടക്കില്ല. പിന്നെ എല്ലാ ഫ്രണ്ട്സിനും, കാരണം ആ ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ട്, ഇവിടെ എന്റെ കട്ടക്ക് കൂടാതെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. അതേപോലെ തന്നെ
നേരത്തെ പറഞ്ഞ എന്റെ ഒരു കുടുംബജീവിതം ഇപ്പോ ഇവിടെ ആരംഭിക്കുകയാണ്. ആ കുടുംബജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരുപാട് സന്തോഷങ്ങൾക്കൊപ്പം തന്നെ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ അതിനിടയിൽ വന്നു പോകും. പക്ഷേ ഒരു സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ രണ്ടുപേരും വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, 100% ഉറപ്പിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് എത്തിയ എല്ലാവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എന്തെങ്കിലും പോരായ്മകൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ മിസ്റ്റേക്കായിട്ട് കണ്ട് ക്ഷമിക്കുക. എന്തെങ്കിലും പ്രോബ്ലംസ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ അവസരത്തിൽ എല്ലാവരോടും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ക്ഷമ കൂടെ ചോദിക്കുകയാണ്. ഒരിക്കൽ കൂടെ എല്ലാവർക്കും 1000 താങ്ക് യു.